ഏവർക്കും സിനി ലഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ ഡാർക്ക് എന്ന സീരീസ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ കണ്ടതായിരിക്കും. എന്താ പറയുക, കണ്ടവരുടെ എല്ലാം കിളിയും കിളിക്കൂടും എല്ലാം പറത്തിയ ഒരു സീരീസ് തന്നെയായിരുന്നു ഡാർക്ക്. ആ ഒരു 3 സീസണുകളിലായി വന്ന എപ്പിസോഡുകളെല്ലാം തന്നെ മികച്ചതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സീരീസിൻ്റെ ഒരു മിനിയേച്ചർ രീതിയിലുള്ള, അതായത് അങ്ങനെ ഒരു സീരീസ് ഒരു സിനിമാ രൂപത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും, അത്തരമൊരു സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. 2024 ഇറങ്ങിയ കടോലേക്ക് എന്ന സിനിമ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ വിചാരിക്കും എന്താ സംഭവം, ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ. കാരണം ചിത്രം കഥയിലേക്ക് മെല്ലെ കയറുന്നതേ ഉള്ളൂ. എന്താണ് കഥയെന്നോ പ്ലോട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാം സ്പോയിലറായി പോകും. കാരണം ഞാൻ കമ്പയർ ചെയ്തത് ഡാർക്ക് പോലൊരു സീരീസുമായിട്ടാണ്. എന്ന് വെച്ച് ഡാർക്കിൻ്റെ അതേ പ്രതീക്ഷയിൽ ഈ ചിത്രത്തെ സമീപിക്കരുത്. കാരണം ഡാർക്ക് എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. അതിന് ഓരോ എപ്പിസോഡിലും ഓരോ കാണിക്കുന്ന കാര്യങ്ങൾക്കും അതിൻ്റെതായ എക്സ്പ്ലനേഷൻ തന്നിട്ട് തന്നെയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ഇത് സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെങ്കിലും കാണും. പക്ഷെ പറഞ്ഞു വരുന്നത് ഡാർക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ എവിടെ പറഞ്ഞാലും അത് സ്പോയിലർ ആകുമല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ കാര്യത്തിലേക്ക് വന്നാലും പ്ലോട്ടിൻ്റെ ഏത് ഭാഗം എടുത്താലും അത് സ്പോയിലർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ടൈം ട്രാവൽ സിനിമകളും അത്തരം കൺസെപ്റ്റുകളും ഇഷ്ടമാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം ഈ ഒരു ചിത്രവും നിങ്ങളുടെ കിളിയും കിളിക്കൂടും പറത്തും. നമ്മളിങ്ങനെ ഡാർക്കിൻ്റെ ആ ഒരു ഓരോ സീസൺ കഴിയുമ്പോഴും ഇങ്ങനെ ഫാമിലി ചാർട്ടൊക്കെ ഇങ്ങനെ നോക്കി പോകാറുണ്ട്. ഈ ഒരു സിനിമ കഴിയുമ്പോഴും നമ്മളും ഇങ്ങനെ വണ്ടടിച്ചു പോകും, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ഏതൊക്കെ ലോകങ്ങൾ. ടൈം ട്രാവലർ ആണല്ലോ, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ അത്തരം കാര്യങ്ങളെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൻ്റെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ഓരോ കാലഘട്ടങ്ങളെ കാണിച്ചിരിക്കുന്നതൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ്. ഇതൊരു സിനിമ ആയതുകൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടത് കൊണ്ടും തന്നെ കാലഘട്ടങ്ങളെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ കളർ ഗ്രേഡിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. താൻ കാരണം സംഭവിക്കുന്ന ഒരു പിഴവിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാൾക്ക് വലിയൊരു അപകടം പറ്റുന്നു. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ഒരവസരം നമ്മുടെ നായകന് കിട്ടിയാലോ. അപ്പോൾ ആരെ രക്ഷിക്കാനാണ്, ആർക്കാണ് അപകടം പറ്റിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. നായകനൊപ്പം തന്നെ മറ്റൊരു സൈഡിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതും സിനിമ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടാണ്, തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഇത്. ഒരു ലേക്കും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ലേക്കിൽ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങളും പിന്നീട് അത് ആരുടെയൊക്കെ ജീവിതം എങ്ങനെയൊക്കെ മാറ്റുന്നു എന്നതും അതിനിടയിൽ സംഭവിക്കുന്ന മറ്റു ചില കാര്യങ്ങളും അതിലേക്ക് കടന്നു വരുന്ന മറ്റു കുറച്ച് അതിഥികളും അങ്ങനെ ഒത്തിരി ലെയറുകളുള്ള വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു നല്ല സിനിമ തന്നെയാണ് കടോലേക്ക്. എന്താണ് ഇതിൻ്റെ പ്ലോട്ടെന്നോ എന്താണ് ഇതിൻ്റെ ജോണറെന്നോ ഒന്നും അറിയാതെയായിരുന്നു ഞാൻ ഈ ഒരു സിനിമയെ സമീപിച്ചത്. ഔപചാരികമായിട്ടാണ് ഈ സിനിമ കണ്ടതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ സമ്മാനിച്ചത്. ആ ഒരു എൻ്റെ ട്വിസ്റ്റ് ആണെങ്കിലും പ്ലോട്ടിൻ്റെ പോക്കാണെങ്കിലും എല്ലാം തന്നെ വളരെ മികച്ചൊരു അനുഭവം സിനിമ സമ്മാനിച്ചു. ഡാർക്കുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള പ്രധാന കാരണം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ത്രില്ലർ സിനിമ ഇറങ്ങിയാൽ, അല്ലാതെ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ത്രില്ലർ സിനിമ ഇറങ്ങിയാൽ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുക രാക്ഷസനായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഒരു ആക്ഷൻ സിനിമയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കുമായിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. അതേപോലെ നമ്മളിങ്ങനെ വേൾഡ് സീരീസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ടൈം ട്രാവൽ കൺസെപ്റ്റുള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു സീരീസോ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കാൻ പോവുക എന്താണെങ്കിലും അത് ഡാർക്ക് പോലെയാണോ അല്ലെങ്കിൽ ഡാർക്കിനേക്കാളും മികച്ചതാണോ എന്നതൊക്കെയാണ്. അപ്പോൾ അതേ വൈബ് തരുന്ന ഒരു സിനിമ വരുമ്പോൾ എന്താ പറയുക, അതേ ഒരു വൈബ് തന്നെയാണ് ഈ ഒരു സിനിമയെ നമുക്ക് സമ്മാനിക്കുക. ആ ഒരു ടൈം ട്രാവൽ കൺസെപ്റ്റ് വന്നു. അപ്പോൾ ആ ഒരു ടൈം ട്രാവൽ കൺസെപ്റ്റും അതുപോലെ തന്നെ തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ഡാർക്ക് എന്ന സീരീസ് നമുക്ക് നൽകിയ അതേ ത്രില്ലർ അനുഭവവും ഈ ഒരു സിനിമയും നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സീരീസുമായിട്ട് കമ്പയർ ചെയ്തത്. എന്ന് വെച്ചാൽ ആ സീരീസിൻ്റെ അത്രയും മികച്ചൊരു അനുഭവം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു വൈബ് നിങ്ങൾക്ക് ഈ ഒരു സിനിമയും സമ്മാനിക്കും. സീരീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ എക്സ്പ്ലനേഷനും തന്നാണ് സീരീസ് പോകുന്നത്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോഴും അതിനുള്ള സമയമില്ലാത്തത് കാരണവും വളരെ സ്പീഡിൽ തന്നെ കഥ പറഞ്ഞു പോകേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വന്നേക്കാം. പക്ഷേ എൻഡിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞെട്ടിക്കും, തീർച്ചയായിട്ടും നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കും, തീർച്ചയായിട്ടും സിനിമയുടെ ബാക്കി കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് അന്വേഷിക്കും. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ആലോചിക്കും ആരൊക്കെ എന്തൊക്കെ എവിടേക്കാണ് എന്നതൊക്കെ. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു സിനിമ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ചിത്രം. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.